ജീവിതം മുഴുവൻ നമ്മൾ എന്തെങ്കിലും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാനം അന്വേഷിക്കുന്നു, സന്തോഷം അന്വേഷിക്കുന്നു, സ്നേഹം അന്വേഷിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നു. നമ്മൾ അന്വേഷിക്കുന്നത് ഒരിടത്തു നിന്ന് കിട്ടിയില്ല എങ്കിൽ നമ്മൾ മറ്റൊരിടത്തേക്ക് പോകുന്നു. ഒരനുഭവത്തിൽ നിന്ന് മറ്റൊരു അനുഭവത്തിലേക്ക് നമ്മൾ അന്വേഷിക്കുന്നത് എല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് സ്വസ്ഥരും ശാന്തരുമാകാൻ സാധിക്കും. കസ്തൂരിമാന അതിൻ്റെ സുഗന്ധത്തെ അന്വേഷിക്കുന്നത് പോലെയാണ്. അതിൻ്റെ സുഗന്ധത്തെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് കാട് മുഴുവൻ ഓടി നടക്കുന്നുണ്ട്. അവസാനം അത് തിരിച്ചറിയുന്ന ആ സുഗന്ധം തൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ളത്. ഇതേപോലെയാണ് നമ്മളെല്ലായിടത്തും നമ്മൾ സമാധാനം അന്വേഷിക്കുന്നുണ്ട്. ഒരു നേട്ടം നമുക്ക് സന്തോഷം നൽകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ ഒരു ചിന്തയിൽ നമ്മൾ നേട്ടത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പൂർണ്ണമാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ജീവിതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് അയാളെ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മളൊരു കുഞ്ഞായിരിക്കുമ്പോഴോ സമാധാനത്തിനോ സന്തോഷത്തിനോ സ്നേഹത്തിനോ വേണ്ടിയിട്ട് അന്വേഷിച്ചിരുന്നില്ല, ആവശ്യപ്പെട്ടിരുന്നില്ല. നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവും നമുക്ക് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിരുന്നില്ല, വലിയ അറിവൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. ഒന്നും കിട്ടിയിരുന്നില്ല എങ്കിൽ തന്നെ നമ്മൾ ആഴത്തിലുള്ള ആ ഒരു സ്നേഹവും ശാന്തിയും ആനന്ദവും അനുഭവിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. നമ്മുടെ സാന്നിധ്യത്തിൽ നമുക്ക് ചുറ്റും വരുന്ന ആളുകൾക്ക് നമ്മൾ സമാധാനവും സന്തോഷവും പകർന്നിരുന്നു. അവിടെ നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചിരുന്നില്ലേ, അവിടെ പെരുമാറ്റ രീതികളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ വളരുമ്പം വളർച്ചയ്ക്കിടയിൽ നമ്മളിതെല്ലാം അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്കൊട്ട് തിരിയുന്നുമില്ലേ? ഇവിടെ നമുക്ക് വേണ്ടതാ സ്വസ്ഥമായി, ശാന്തമായി, നിശബ്ദമായി, നിശ്ചലമായി ഇരിക്കാനുള്ള ആ ഒരു മനസ്സാണ് വേണ്ടത്. അത് നമുക്കുണ്ടാവുമ്പോഴാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം നമ്മൾ അന്വേഷിക്കുന്നത് എല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നതാണ്. ഇത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുമ്പോഴാണ് ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും നമുക്ക് സന്തോഷവും സമാധാനവുമായിട്ട് മാറാൻ കഴിയും. നമ്മുടെ യഥാർത്ഥ സ്വഭാവം അന്വേഷിച്ച് നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് കൂടുതൽ അലഞ്ഞ് തിരിയാതെ നമ്മളിലേക്ക് തന്നെ തിരിയുക. ആ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശാന്തതയെ, നിറഞ്ഞ ആനന്ദത്തെ കണ്ടെത്താനും അനുഭവിക്കാനും കഴിയുന്നത്. അതിന് നമ്മൾ പൂർണ്ണമായിട്ടും ഈ നിമിഷത്തിലാവുക, ഈ നിമിഷത്തിൻ്റെ
ആ ഒരു സുഗന്ധവും അതിൻ്റെ മാധുര്യവും അത് നമുക്ക് നൽകുന്ന ആഴത്തിലുള്ള ശാന്തിയും ആനന്ദവും അനുഭവിക്കുക. ആ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കുക. ആ ഒരുക്കി കൊടുക്കൽ ഒരു ധ്യാനം പോലെ ആവണം, ഒരു പ്രാർത്ഥന പോലെ ആവണം. അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ